നമസ്കാരം. നിത്യജ്യോതിഷം എന്ന പ്രതിദിന പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓരോ ദിവസത്തെയും പഞ്ചാംഗ വിഷയങ്ങളും മുഹൂർത്ത വിഷയങ്ങളും മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു പ്രതിദിന പരിപാടിയാണിത്. ഓരോ ദിവസത്തെയും വിഷയങ്ങൾ, പഞ്ചാംഗ വിഷയങ്ങൾ, അതുപോലെ മുഹൂർത്ത വിഷയങ്ങൾ അതാത് ദിവസം ഈ പരിപാടിയിലൂടെ പരാമർശിക്കുന്നതായിരിക്കും. ഇന്നത്തെ ദിവസം 2025 മെയ് 28 ബുധനാഴ്ചയാണ്. ഇന്നത്തെ കലിദിന സംഖ്യ 18,72,358. ഇന്ന് കൊല്ലവർഷം 1200 ആണ്ട്, ഇടവമാസം 14-ാം തീയതി, ശകവർഷം 1947, ജ്യേഷ്ഠമാസം 7, തമിഴ് മാസം വൈകാശി 14-ാം തീയതി. ഇന്നത്തെ നക്ഷത്രം മകയിരമാണ്. ഇന്നത്തെ തിഥി ശുക്ലപക്ഷ ദ്വിതീയ. ഇന്നത്തെ കരണം പുലിക്കരണമാണ്. ഇന്നത്തെ നിത്യയോഗം ധൃതി എന്നു പേരുള്ള നിത്യയോഗമാണ്. ഇപ്പോൾ നടക്കുന്ന ഞാറ്റുവേല രോഹിണി ഞാറ്റുവേലയാണ്. അത് ഇന്നലെ മുതൽ തുടങ്ങിക്കഴിഞ്ഞു. ഏകദേശം 13 ദിവസത്തോളം രോഹിണി ഞാറ്റുവേലയായിരിക്കും. ഉത്തരായന കാലമാണ്, ഗ്രീഷ്മ ഋതു. ഇന്നത്തെ ഉദയം 6 മണി കഴിഞ്ഞ് 6 മിനിറ്റിനാണ്. അസ്തമയം വൈകുന്നേരം 6 മണി കഴിഞ്ഞ് 33 മിനിറ്റിന്. ഇത് തിരുവനന്തപുരം നഗരത്തിൻ്റെ കണക്കനുസരിച്ചാണ്. ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ചെറിയ വ്യത്യാസം വരും. ഇന്നത്തെ രാഹുകാലം ഉച്ചയ്ക്ക് 12:19 മുതൽ 1:52 വരെയാണ്. ഇന്നത്തെ ഗുളികകാലം രാവിലെ 10:46 മുതൽ 12:19 വരെയാണ്. ഇന്ന് ബുധനാഴ്ച ആയതുകൊണ്ട് ഇന്നത്തെ സൂര്യോദയ സമയത്തെ കാലഹോരയുടെ അധിപൻ ബുധനായിരിക്കും. സൂര്യോദയം തൊട്ട് 1 മണിക്കൂർ. അത് കഴിഞ്ഞാൽ ഗുരു, ശുക്രൻ, ശനി, അങ്ങനെ ആ മുറയ്ക്ക് ഓരോ മണിക്കൂർ അനുസരിച്ച് ഇത് മാറിക്കൊണ്ടിരിക്കും. ഇന്നത്തെ അഭിജിത്ത് മുഹൂർത്തം നോക്കാം. ഉച്ചയ്ക്ക് 11:55 മുതൽ 12:17 വരെയും, വീണ്ടും 12:21 മുതൽ 12:43 വരെയാണ് ഇന്നത്തെ അഭിജിത്ത് മുഹൂർത്തം. ഇടയ്ക്കുള്ള 4 മിനിറ്റ് 12:17 12:21 ഇടയ്ക്കുള്ള സമയം മധ്യാഹ്ന വർജ്യമാണ്. ഈ അഭിജിത്ത് മുഹൂർത്തത്തിൻ്റെ പ്രത്യേകത എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബാക്കിയുള്ള ദോഷങ്ങളൊന്നും ആ സമയത്ത് ബാധിക്കുന്നില്ല. ഉദാഹരണമായിട്ട് ഇന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ രാഹുകാലം 12:19 തൊട്ട് ഉച്ചയ്ക്ക് 1:52 വരെയാണ്. ആ സമയത്ത് തന്നെ ഇത് ഓവർലാപ്പ് ചെയ്യുന്നുണ്ട്. അഭിജിത്ത് മുഹൂർത്തത്തിൽ ആ മുഹൂർത്ത സമയം ഓവർലാപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷേ രാഹുകാലമാണെന്നുണ്ടെങ്കിലും അഭിജിത്ത് മുഹൂർത്തത്തിൽ അത് ബാധകമല്ല. നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ശുഭകാര്യങ്ങൾ ആ സമയത്ത് ചെയ്യാവുന്നതാണ്. മാത്രമല്ല, രാഹുകാലത്തെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ രാഹുകാലം യാത്ര പുറപ്പെടുന്നതിനുള്ള ഒരു മുന്നറിയിപ്പ് മാത്രമാണ്. ആ സമയത്ത് നമ്മൾ യാത്ര തുടങ്ങാതിരിക്കുക. ബാക്കിയുള്ള ശുഭകാര്യങ്ങൾക്ക് രാഹുകാലം ബാധകമാണെന്നുള്ള അഭിപ്രായം ആർക്കുമില്ല. പൊതുവെയുള്ളൊരു തെറ്റിദ്ധാരണയാണ് രാഹുകാലത്ത് ശുഭകാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്നുള്ളത്. അങ്ങനെയില്ല. രാഹുകാലം യാത്രയ്ക്ക് ശുഭകരമല്ല എന്ന് മാത്രം നമ്മൾ വിചാരിച്ചാൽ മതി. ബാക്കിയുള്ള മുഹൂർത്ത വിഷയങ്ങൾ ശരിയായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ രാഹുകാലത്താണെങ്കിലും മുഹൂർത്തം എടുക്കുന്നതിൽ ബുദ്ധിമുട്ടൊന്നും ഉള്ളതായിട്ട് തോന്നുന്നില്ല. ഇന്നത്തെ ചന്ദ്രാഷ്ടമം തുലാം രാശിക്കാർക്കാണ്. തുലാം രാശിയിൽ വരുന്ന ചിത്തിരയുടെ 2ാമത്തെ പകുതി, ചോതി നക്ഷത്രവും വിശാഖത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ പാദം, മുക്കാൽ ഭാഗത്ത് ജനിച്ചിട്ടുള്ളവർക്കും ഇന്ന് ശുഭകാര്യങ്ങൾ വർജ്യമാണ്. അവർക്ക് ചന്ദ്രൻ അഷ്ടമത്തിൽ വരികയാണ്. അങ്ങനെയുള്ള ദിവസം ശുഭകാര്യങ്ങൾ ചെയ്യാതിരിക്കുക. ഈ പ്രതിദിന പരിപാടിയിൽ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. തീർച്ചയായിട്ടും ഈ പരിപാടി ഇമ്പ്രൂവ് ചെയ്യുന്നതിന് അത് സഹായകരമായിരിക്കും. എല്ലാവർക്കും നന്ദി. നമസ്കാരം.